എൻ്റെ നാട് വലിയപറമ്പ. അതിമനോഹരമായൊരു ദ്വീപാണ് ഈ നാട്. 29 കിലോമീറ്റർ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയൊരു ദ്വീപാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് വലിയപറമ്പ എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് ഇവിടെ. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് എൻ്റെ നാടായതുകൊണ്ട് തന്നെ ഞാൻ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല, സത്യം അതാണ്. കാരണം അത്രയും മനോഹരമായ ഗ്രീനറി, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗ്രീനറിയാണ്. മൊത്തം കേരവൃക്ഷം അഥവാ തെങ്ങുകളാണ് ചുറ്റുമുള്ളത്. മറ്റു മരങ്ങളൊന്നും ഇല്ലാത്തൊരു നാടാണ് ഇവിടെ. തെങ്ങുകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. വലിയപറമ്പ് പഞ്ചായത്തിലെ മറ്റൊരു കിടിലൻ സ്പോട്ടാണ് ഫിഷ് കൗണ്ടി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മീനിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ നല്ല രസകരമായിട്ടുള്ള ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഫിഷാണ് കേട്ടോ. ഈ രണ്ട് ഭാഗത്ത് കാണുന്നിടത്ത് ഫിഷാണ്. കൗണ്ടി സ്ഥിതി ചെയ്യുന്നത് കായലോരത്താണ്. നല്ല ഭംഗിയാണ് ഈ സ്ഥലം. ഒരുപാട് ഹട്ടുകളും കാര്യങ്ങളും. ഈ കാണുന്ന കുളങ്ങളൊക്കെ ഫിഷിനുള്ളതാണ്. ഇവിടെ തന്നെ ലൈവായിട്ട് നമുക്ക് ഫിഷ് പിടിച്ചുകൊണ്ട് ഇവരെ റെസ്റ്റോറൻറ്റ് കൊടുത്ത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഹട്ടുകളും ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാറ്റുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഈ ബാമ്പ് കൊണ്ടുണ്ടാക്കിയ ഹട്ടൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. ഞാൻ നേരെ ഇപ്പം പോകുന്നത് ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്ന സമയത്ത് റെസ്റ്റോറൻറ്റ് സമയമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ബൊഫയും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ഉച്ചക്കും അതല്ല രാത്രിയത്തെ ഫുഡാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ലഞ്ച് ടൈം കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ, എന്താ നമ്മളെ പേര്? ആരിഫ. ആരിഫാൻ്റെ സ്ഥലം എവിടെ? ആടെയാ. എന്താ മോൻ്റെ പേര്? ഇവിടെ സ്ഥലം വരുത്തുണ്ടോ? ആദ്യമായിട്ട് വന്നാ? എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം. ഓക്കെ, പഠിച്ച് പൊളിക്ക്. ഓക്കെ, can you say your experience? It was very good. Yeah. So nice. First time you came here? Yes. Wonderful place. Yes. Okay, your good name? Shazana. Shazana. ഇതിലൊക്കെ മൊത്തം ഫിഷിനെ വളർത്തുകയാണ് കേട്ടോ. നമ്മൾ ലൈവായിട്ട് മീൻ പിടിക്കാൻ പോവാണ്. വാ, മീൻ പിടിച്ചിട്ട് വരാം. ഇത് പുഴയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ചെറിയ ചെറിയ വെള്ളം കെട്ടി കിടക്കുന്നത് അല്ലേ? എല്ലാ കുളവും പുഴയായിട്ട് ടച്ചാണ്. ഇതിലേ കൂടിയാണ് പുഴയായിട്ട് ടച്ച് ചെയ്തിട്ട്. ഗംഭീര സ്ഥലം തന്നെ കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് കാണേണ്ട സ്ഥലമാണ്. ഇവിടുന്ന് ലൈവായിട്ട് നമുക്ക് ഫിഷ് പിടിക്കാൻ പോകണം. വാ, നമ്മളിങ്ങനെ ചെറിയൊരു ബ്രിഡ്ജിലൂടെ നടന്നെത്തിയിരിക്കുകയാണ്. ഇവരിങ്ങനെ ചെക്ക് ചെയ്താണ് ഏതിലാണ് മീനുള്ളതെന്ന്. അതിൽ മീനുള്ളത് നോക്കിയാൽ അതിലൊരു മീനുണ്ടതാ. ഇങ്ങനെ മീൻ കോരി എടുക്കുകയാണ്. കരിമീനാണല്ലത്? അല്ല, ഇത് കൊളാനാണ്. കൊളാനാ? പുഴയിൽ നിന്ന് വരുന്ന മീൻ? ഇത് പുഴയിൽ നിന്ന് വരുന്ന മീനും ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ മീനിനെ പിടിച്ചിട്ട് ഇട്ടില്. ഓക്കെ ഓക്കെ, മനോഹര കാഴ്ച അല്ലേ. അങ്ങനെ ഒരു മീനെ കിട്ടി. ഇതാ വലിയ മീൻ തന്നെയാണ്. ഏകദേശം 1/2 കിലോ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇത് ഇവിടുന്ന് ലൈവായിട്ട് നമുക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉണ്ടാക്കി തരും. തവ ഫ്രൈ, മച്ചിക്കറി എല്ലാം അങ്ങനെ ആക്കി തരും. മുളകിട്ട കറി, മാംഗോ കറി. നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിൽ ഇവർ നമ്മൾ പിടിവിടുന്ന് പിടിച്ചിട്ട് നമുക്ക് എന്താണ് ഇഷ്ടം, മീൻ കറിയാണ്, മീൻ കറി, മീൻ ഫ്രൈ ആണ്, തവ ഫ്രൈ ഒക്കെ ഇവർ സെറ്റാക്കി തരും. അതാണ് സെറ്റപ്പ്. വലിയപറമ്പ് പഞ്ചായത്ത് മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. രണ്ട് ഭാഗത്തും പുഴയാണ്, മറ്റൊരു ഭാഗത്താണ് കടലും പുഴയും ചേരുന്ന സ്ഥലമാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് വലിയപറമ്പ്. അങ്ങനെ വലിയപറമ്പ് പഞ്ചായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്വാഗതം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ഇതാണ് ഇടയിലക്കാട് എന്ന സ്ഥലം. ഇവിടെ നിന്നാണ് വലിയപറമ്പ് പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്ന ഒരു ഹൗസ് ബോട്ടൊക്കെയാണ്.
ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും പുഴയാണ്. പുഴയുടെ സെൻറ്ററിലൂടെയാണ് നമ്മളിങ്ങനെ ഓടിച്ചിട്ട് ഈ പഞ്ചായത്തിലേക്ക് കിടക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയിരുന്നു കായൽ തീരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇതും അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നല്ല ഒരു വൈബാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളും നിങ്ങളെ കാട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു റീൽ ചെയ്തിരുന്നു. ഇതിലുള്ള സ്പോട്ട് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ വനരന്മാരൊക്കെ കാണാം. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് പഴങ്ങളൊക്കെ കൊടുക്കാം. മനോഹര കാഴ്ചയല്ലേ. ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ പഴവർഗ്ഗങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാം. ഒരു കുരങ്ങിൻ്റെ കയ്യിൽ കണ്ടതാ ഒരു അതിൻ്റെ കുട്ടിയുണ്ട്. അതിൻ്റെ കുറച്ച് മനോഹര കാഴ്ച അല്ലേ. കുട്ടിനെയും കയ്യിലേന്തിയിട്ടാണ് ഈ തക്കാളി കഴിക്കുന്നത്. ഇവിടെ ഒരു 10-17ഓളം കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവിടെ കാട്ടിലിപ്പോൾ പഴവർഗ്ഗങ്ങൾ കുറവാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ മറ്റൊരു സ്പോട്ടിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലാണിത്. ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇതും കിടിലൻ ഒരു വൈബ് സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു സ്പോട്ടാണ് ആയുർജീവൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ. നല്ല ട്രഡീഷണൽ അടിപൊളിയായിട്ടാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ നിന്ന് ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യമുള്ള ഒരു ആയുർവേദിക് ഹോസ്പിറ്റലാണിത്. ഒരു മനോഹര സ്ഥലം തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ ഇടയിൽ കാട്ടിൽ നിന്നും നേരെ വന്നിട്ട് ഈ പാലത്തിലേക്കാണ് എത്തുക. ഇവിടെ നിന്നാണ് മെയിൻ വലിയപറമ്പ് ഈ ദ്വീപ് സ്റ്റാർട്ടാകുന്നത്. 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ദ്വീപിൻ്റെ കാഴ്ച ഒരു ഭയങ്കര കാഴ്ച തന്നെയാണ്. ഒരു വശത്ത് കടലും മറുവശത്ത് പുഴയും. അങ്ങനെ പുഴയും കടലും സംയോജിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് വലിയപറമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വലിയപറമ്പ് പാലത്തു നിന്നും കുറച്ച് അല്പം ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വലിയപറമ്പ് ബീച്ചിലേക്ക് എത്തും. നല്ലൊരു മനോഹരമായ ഒരു കടൽ തീരാണിത്. അപ്പം നല്ല രസമുള്ളൊരു ബീച്ച് തന്നെയാണ്. ഇവിടെ ഒരുപാട് കൊച്ചു കടകളൊക്കെ ഉണ്ട്. ഫാമിലീസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനും ഐസ്ക്രീമും പോപ്കോണൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വളരെ വിശാലമായ കടൽ തീരാണ്. ഒരുപാട് ദൂരം വരെ. അപ്പുറത്ത് മാവിലാക്കടപ്പുറമാണ് ഇതിൻ്റെ എൻഡ്. അവിടെ അഴിമുഖമാണ്. അവിടെ കടലും പുഴയും യോജിക്കുന്നൊരു സ്ഥലമാണ്. മറ്റ് അപ്പുറത്താണെങ്കിൽ ഏഴുമലയാണ് ഇതിൻ്റെ അതിരായി വരുന്നത്, വലിയപറമ്പിൻ്റെ അതിര് വരുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹലോ, പിന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ബീച്ചിൽ? സ്ഥിരമായിട്ടുണ്ടല്ലേ? അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ? ശനി ഞായറും നല്ല റഷ് ഉണ്ടാവും, നല്ല തിരക്കുണ്ടാവും. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വരുന്നവർ മറക്കാതെ വരേണ്ട ഒരു സ്പോട്ടാണ് വലിയപറമ്പ്. ഇവിടെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, പോപ്കോൺ ഉണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്? എത്രയാണ് ഇതിൻ്റെ വില? 10. എല്ലാത്തിനും 10. അടിപൊളി. അപ്പോൾ നല്ലൊരു പുരോഗമിച്ച് വരുന്നൊരു ബീച്ചാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു ബീച്ചായിരിക്കും വലിയപറമ്പ് ബീച്ച്. അപ്പോൾ നമുക്ക് നടന്ന് കാണാം. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, GFHS പടതക്കടപ്പുറം. ഒരുപാട് ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഒരു അങ്കണമാണിത്. നേരത്തെ കണ്ട ആ ബീച്ചിൻ്റെ മറ്റേ അറ്റമായ മാവിലാക്കടപ്പുറം ബീച്ചിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സേവ് ദ ഡേറ്റ്, അതേപോലെ തന്നെ റീൽസ്, ആൽബംസ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു കിട്ടുന്ന സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. ഒരു അടിപൊളി കാഴ്ച കാണാനാണ് പോകുന്നത്. ഇവിടെ കടലും പുഴയും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇനി കാണാൻ പോകുന്നത്. പാറക്കല്ലുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, വെള്ളം കൂടി കയറേണ്ട നിലയിൽ. കടലും പുഴയും ഒന്നിക്കുന്ന അഴിമുഖമാണിത്. ഒരു സൂപ്പർ കാഴ്ചയല്ലേ. അപ്പുറത്ത് പുഴയും ഇപ്പുറത്ത് കടലും. പിന്നെ സൂര്യാസ്തമിക്കാനായി
ഒരു ചേട്ടൻ മീനൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ചേട്ടാ മീനുണ്ടോ? ഒന്നുമില്ല. ഒരു കിടിലം വൈബ് തന്നെ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് പാറക്കല്ലുകൾ കെട്ടിയിട്ട് ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സേഫ്റ്റിക്ക് കൂടിയാണ്, കടൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പുഴയുടെയും കടലിനെയും ഭംഗി ശരിക്കും ആസ്വദിച്ചുകൊണ്ട് ഇതിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. അവിടെ ദൂരെ നിന്നൊരു കാഴ്ച ഉണ്ടോ? 2 ബോട്ടുകൾ ക്രോസ് ചെയ്യുന്ന സീൻ. അടിപൊളി, സൂപ്പർ. ഇത് നമ്മുടെ വലിയപറമ്പ് പഞ്ചായത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകാർക്ക് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആർക്കെങ്കിലും ആസ്വദിക്കാൻ വേണ്ടി ഈ നമ്മുടെ വലിയപറമ്പ് പഞ്ചായത്ത് കാണാൻ താല്പര്യമുള്ളവർ പിന്നെ ഈ ദ്വീപിലേക്ക് വരിക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതൊരു ദ്വീപാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു പാലാണെങ്കിൽ മറ്റൊരു പാലാണ്. അങ്ങനെ 2 പാലങ്ങൾ കൊണ്ടാണ് ഈ ദ്വീപിനെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ വലിയപറമ്പിലേക്ക് വരിക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.